വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിങ്ങനെ ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഈവനിങ് സ്നാക്സ് പോലെ എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി, നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തത്. അത് കുറച്ച് ഇട്ടിട്ട് ഞാൻ ഏകദേശം ഒരു വലിയ കപ്പ് നിറയെ അരിപ്പൊടി ഇട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നല്ല വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തെടുത്തു. അത് എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ, നല്ല തിളച്ച വെള്ളമല്ലേ, അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് തേങ്ങയും അതിൽ കുറച്ച് ജീരകം പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ശർക്കര ചീകിയെടുത്തു. എന്നിട്ട് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പത്തിരീൻ്റെ മാവ് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മിക്സ് കുറേശ്ശെ ഇട്ട് അതിനെ ഇങ്ങനെ ചെറുതാക്കി അമർത്തി ബോളാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കും. പൊട്ടാതെ സൂക്ഷിച്ച് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഡ്ഡലി തട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടി ഞാൻ ആ ഇഡ്ഡലി തട്ടിലേക്ക് ഇങ്ങനെ വെച്ചു. അത് എന്നിട്ട് ബോളെല്ലാം ആക്കിയതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അടച്ച് വേവിക്കാൻ വെച്ചു. അത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ അത് ആവി കൊണ്ടു. അതിങ്ങനെ വെന്തതിന് ശേഷം ഞാനൊരു ചെറിയ ടൂത്ത് പിക്ക് എടുത്തിട്ട് നല്ലൊന്ന് കുത്തി നോക്കി. ആ ടൂത്ത് പിക്കിൻ്റെ മേലെ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്കത് വെന്തെന്ന് ഉറപ്പിക്കും. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി ആവാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചു. കുറച്ച് നേരം കൂടി ആവി കൊള്ളിച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് പാത്രം തുറന്ന് വെച്ചു. അതിനുശേഷം മുറിച്ചിട്ട് സെർവ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എൻ്റെ കൊഴുക്കട്ട. എങ്ങനെയുള്ളത്? നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നാളെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. താങ്ക് യു.